ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഈസി ചാൻസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു ഓട്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഞാനിതിവിടെ ഓട്സും അതുപോലെ തന്നെ ക്യാരറ്റും വെച്ചാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണിത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു ഓട്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള ക്യാരറ്റ് നേരത്തെ തന്നെ ഞാനിവിടെ പുഴുങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2-3 ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടിച്ചിട്ടുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി അതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു സമയം നമുക്കിതവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓട്സ് എത്രയാണ് എടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം വെള്ളം ഇവിടെ എടുക്കാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം ഞാനിതിലേക്ക് ഒരു 2 ചെറിയ പീസ് പട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയൊരു മധുരം നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ പകരം ശർക്കര ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 6-7 സ്പൂണോളം ഓട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു ഓട്സും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഓട്സ് ചേർത്ത പാട് നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനിയൊരു ഓട്സും കൂടി ചേർത്ത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, ചേർത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു തേങ്ങയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് തിളക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു ക്യാരറ്റിൻ്റെ ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമുക്ക് ആ ഒരു ജ്യൂസ് കിട്ടുക. ഇത്രയും തിക്കായിട്ടാണ് കിട്ടുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ക്യാരറ്റ് മിക്സ് ഇതിലേക്ക് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് പാലാണ്. ഞാനിവിടെ 2 ഗ്ലാസ് പാലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ഞാനിവിടെ 1 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം കുറുകി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടി ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി നല്ലോണം കുറുകിയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ഓട്സും കൂടി ചേർത്തിട്ട് ഒന്ന് കുറുക്കിയെടുത്താലും മതി കേട്ടോ. ഇതിൽ വെള്ളം കൂടി പോകരുത്. നമുക്കിതിൽ കൂടുതലായിട്ടും പാലാണ് വേണ്ടത്. പാൽ കൂടിയാൽ നമുക്കിത് ഈ ഒരു ഓട്സ് അത്രയ്ക്കും ടേസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇനിയൊരു സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കാം. മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. മധുരം ചേർക്കുമ്പോൾ നമ്മൾ നോക്കിയിട്ട് ചേർക്കുക കേട്ടോ. കാരണം നമ്മൾ നേരത്തെ ക്യാരറ്റ് അടിച്ചെടുത്തപ്പോൾ അതിൽ കുറച്ച് മധുരം ചേർത്തിരുന്നു. അപ്പോൾ ആ ഒരു മധുരം നോക്കിയിട്ട് വേണം ഇതിൽ മധുരം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മധുരം സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു ഓട്സിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മാത്രമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒത്തിരി തിക്കാക്കി ഉണ്ടാക്കിയെടുത്താൽ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നും ഓട്സ് ഒരുപോലെ ഉണ്ടാക്കാതെ ഇത്തിരി വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഉള്ളുന്ന ഓപ്ഷനും കൂടിയും കൊടുക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.